ഗൈസ് ഞാനിപ്പം ട്രാവലറിലാണ് പോകുന്നത്. ഇപ്പം ആരുമില്ല, നമ്മൾ വേളാങ്കണ്ണി പോവാണ്, ഫാമിലി ആയിട്ട് കണ്ടു പോകുന്നത്. അപ്പം ട്രാവലറിനാണ് പോകുന്നത്. നമ്മളൊരു 17 പേരുടെ ട്രാവലറാണ് എടുത്തേക്കുന്നത്. എൻ്റെ കസിൻ്റെ തന്നെ ട്രാവലറാണ്. അപ്പം ഞാനും എൻ്റെ ബ്രദറും എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. പിന്നെ ഇനിയും കുറച്ച് ആളുകളൊക്കെ കയറ്റാണ്ട്, എൻ്റെ അപ്പനും അമ്മയും പിന്നെ വേറെ ഫാമിലി മെമ്പേഴ്സും കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കയറ്റാനാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അവരെയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് നേരെ തിരിച്ചിലേക്ക് തന്നെ പോവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമ്പം തേനി റൂട്ട് പിടിക്കാനായിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 3:20 ആയിട്ടേ ഉള്ളൂ കേട്ടോ, വെളുപ്പിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പുറത്തൊക്കെ നമുക്ക് ഇരുട്ട് കാണുന്നത്. അപ്പോൾ ബാക്കി പിന്നെ കാണാം. അങ്ങനെ നമ്മൾ കസിൻ്റെ വീട്ടിലൊക്കെ പോയി എല്ലാവരും കയറ്റി യാത്രയൊക്കെ തുടങ്ങി കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഒരു ശോകമൂകമാണ്. പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ തുടങ്ങിയപ്പോൾ തന്നെ. അറിയാമല്ലോ, ഒരു സാധാരണ ഒരു ക്രിസ്ത്യൻ ഫാമിലി പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ തുടങ്ങുള്ളൂ. പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ യാത്രയൊക്കെ ആരംഭിച്ചു. അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അവിടെ എന്തോ ഒരു റിവർ പോലെ എന്തോ പോണ്ട് അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവമൊക്കെ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അതെന്താണെന്ന് എനിക്കിപ്പോൾ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. കുറേ നാൾ മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടത്. ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. ഈ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. എല്ലാവരും പറഞ്ഞു നല്ല വ്യൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബോധം കെട്ട് കിടക്കുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിങ്ങളിങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇവിടെ നിറച്ച് ചക്ക. ഞങ്ങളുടെ അവിടെ ഒന്നും ചക്കയില്ല. ഞങ്ങളെല്ലാവരും ചക്ക നോക്കി നിൽക്കണേണ് ഗൈസ്. അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ ആ ചക്കയുടെ പ്ലാവിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ അമ്മയും അപ്പനുമാണ്. ബാക്കി പുറകിൽ നിൽക്കുന്ന എൻ്റെ കസിനാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മുട്ടക്കറി അതുപോലെ ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ഒരു അടിപൊളി വ്യൂ ആണ് ഗൈസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കൗതുകവും അതുപോലെ തന്നെ ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് ഫീലൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറച്ച് വ്യൂസൊക്കെ ഞാൻ ഇതിലിങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കൊടുത്തതാണ്. പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ മൂത്ത് വെച്ചാണ് കേട്ടോ. അത് ഫുൾ ടൈം ഡാൻസ് ആയിരുന്നു. പാട്ട് ഇതിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. എൻ്റെ അനിയത്തിയാണ് അതിന് ഇത്ര മടിയിലിരുന്നിട്ടാണ് കേട്ടോ അവർ ഡാൻസ് കളിക്കുന്നത്. മിക്കവാറും ഈ വീഡിയോ ഔട്ടായി കഴിയുമ്പോൾ അനിയത്തി എന്നെ വിളിക്കുന്നത് ചീത്ത പറയായിരിക്കും. കാരണം അവൾക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ല. എന്നാലും ചെറിയ ഭാഗം കാണുന്നുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ഡാൻസൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഹായ് ഗൈസ്, നമ്മളിപ്പം പട്ടുമല പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ വഴി പോയപ്പം ജസ്റ്റ് പട്ടുമല പള്ളി കണ്ടപ്പം ഇവിടെ നിർത്തിയായിരുന്നേ. അപ്പം ഇനി പട്ടുമല പള്ളിയിലേക്ക് നടക്കാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് ഇവിടെ. പുറകിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഫ്രണ്ടിൽ കുറച്ച് പേര് പോയി. ഞങ്ങളാണ് ലാസ്റ്റ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് കയറി നടന്നതാണ് കേട്ടോ. അവർക്കൊക്കെ വീഡിയോയിൽ വരാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതാണ്. കണ്ടോ അവിടെ ഫുള്ള് തേയിലത്തോട്ടാണ് കേട്ടോ. ഞാൻ പുതിയൊരു മേളിൽ കയറിയതിന് ശേഷം, പള്ളിയിൽ കയറിയതിന് ശേഷം ഒരു വ്യൂ കാണിച്ചു തരാവേ. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു വ്യൂവും കൂടി കാണിച്ചു തരാം. പള്ളിയിലെത്തിയിട്ടാ എന്താ ഇവിടെ പള്ളിയുണ്ട് കണ്ടോ. ഇവിടെ കുറേ ഫോറിനേഴ്സ് ഉണ്ട്. ഇത്രയും സ്റ്റെപ്പ് താഴേന്ന് കയറാനുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് തേയിലത്തോട്ടാണ്. അപ്പം കണ്ടോ ഇവിടെ കുറേ ഫോറിനേഴ്സ് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടുന്ന് ഇവിടം വരെ കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കതച്ചു. ഒട്ടും ഫിസിക്കലി ഫിറ്റല്ലാന്ന് ഇപ്പോൾ മനസ്സിലായി. അല്ലാന്ന് ഓൾറെഡി അറിയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി അത് ക്ലിയറായി. തീരെ ഫിറ്റല്ല. നല്ല ശ്വാസം മുട്ട, നല്ല കഥക്കലുണ്ട്. കൊറോണ വന്നതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് കേട്ടോ പള്ളിയുടെ ഉൾഭാഗം. അപ്പം നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈമാണ് ഒരു പള്ളിയിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ 3 കാര്യം പറഞ്ഞാൽ നടക്കും എന്ന് പറയാറുണ്ട്. അപ്പം ഞാനതൊക്കെ 3 കാര്യമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നേ. ഗൈസ് ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. പോർച്ചുഗലാന്നോ അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വായിച്ചില്ല ക്ലിയറായിട്ടൊന്നും. പക്ഷെ ഇവിടെ എന്തോ ഉണ്ട്. ഒരു ഗുഹയുടെ ഉള്ളിൽ ഗൈസ് അത് ആരാധനാലയമായിരുന്നു കേട്ടോ. ഇത് ആരാധനാലയത്തിൻ്റെ തൊട്ടിപ്പുറം തന്നെയായിട്ട് കണ്ടോ തേയിലത്തോട്ടമാണ് കേട്ടോ ഉള്ളത്. ഫുള്ള് ഇവിടെ തേയിലത്തോട്ടങ്ങളാണ്. അപ്പം എനിക്കത് ആരാധനാലയം എന്നറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഫോട്ടോഗ്രാഫിന്നും ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതും എനിക്കറിയില്ലായിരുന്നു ഗൈസ്. ഞാൻ അത് കണ്ടില്ല അങ്ങോട്ട് കയറിയപ്പോൾ. അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് ഫോൺ നിർത്തിയത്. അപ്പം
കണ്ടോ ഇവിടെ നല്ല ഒരു കണ്ടൊരു ലാവൻഡർ കളറിൽ പൂ വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പോൾ കാണിച്ചതേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ കൊമ്പൊടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ആൾക്കാർ എടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ അമ്മയാണ്. കൊമ്പൊടിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. എനിക്കറിയാം അമ്മ എന്തിനാ കൊമ്പൊടിക്കണേന്ന്. 3 ദിവസം കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പം എന്തിനാണ് കൊമ്പൊടിച്ചിട്ട് എന്ത് കാണിക്കും എന്നറിയില്ല. കൊമ്പൊടിക്കാൻ വേണ്ടി 2 പേര് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെരുപ്പിടാൻ പോവാണ് ഗൈസ്. കണ്ടോ ഗൈസ്, ഇവിടെ ഫുൾ ഫോറിനേഴ്സാണ്. കണ്ടോ നിറയെ ഫോറിനേഴ്സ് ഉണ്ട്. ഇവർക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ കേട്ടോ. നമ്മളിപ്പോൾ കണ്ടാൽ ഇങ്ങനെ ചിരിക്കും, അങ്ങനെ ഭയങ്കര. നമ്മൾ ചിരിക്കാൻ മടിയാണെന്ന് വെച്ചാൽ അവർക്ക് അതിനൊരു മടിയില്ല. നല്ല കാറ്റാണേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് മൈക്കില്ല. അപ്പം അതുകൊണ്ടിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇതെൻ്റെ ചേച്ചിയുടെ വെച്ചാണേ. നോക്ക്, ഇതാണ് നോക്കി. ജോൺ എന്നാണ് പേര്. ഭയങ്കര സാധനമാണ്. എൻ്റെ അടുത്ത് വരില്ല കേട്ടോ. ചിരിക്കണ ഇതിപ്പോൾ ഇവന് 1 വയസ്സ് കഴിഞ്ഞു, 1.5 വയസ്സായിരുന്നു എനിക്ക് തോന്നുന്നു. എൻ്റെ അടുത്ത് ആകെ വന്നേക്കണത് ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യം വരൂല്ല ഇവൻ എൻ്റെ അടുത്ത്. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, നമ്മളുടെ ഒരു പച്ചപ്പും ആകാശത്തിൻ്റെ ആ ഒരു നീല കളറും എല്ലാം കൂടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല എനിക്ക്. ഇവിടെ എല്ലാവരും എന്നെ കളിയാക്കുന്നതാണ് ഗൈസ് വ്ളോഗ് എടുക്കണതിന്. പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇത് കണ്ടിട്ട്. നമ്മളുടെ അവിടെ ഒന്നും ഇങ്ങനെ കാണില്ലല്ലോ. ഇവരെല്ലാവരും എന്നെ കളിയാക്കി പാട്ട് പാടുന്നതാണ്. അലീന പാട്ട് പാടുന്നത്, അലീന പാട്ടില്ല പാട്ട് പാടുന്നതാണ്. നല്ല രസമുണ്ട് ഗൈസ്. കണ്ട ക്ലൗഡ്സ് ഒക്കെ നോക്കുക. എന്ത് രസമാണ്, നല്ല ഭംഗിയുണ്ട്. വ്യൂ ഇപ്പോൾ വരും. കണ്ട വ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വ്യൂ ഇപ്പോൾ വരും ഗൈസ്. കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇത് വോയിസ് ഓവറേ കൊടുക്കുള്ളൂ. പെപ്സി കുടിച്ചിട്ട് എന്തോ പോലെ. കണ്ടോ 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 കണ്ടോ. ഇത് കണ്ടോ ചേച്ചിയുടെ കുട്ടിയുടെ ഡാൻസാണ് കേട്ടോ. അവൾ ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിക്കും. ഇതുപോലെ കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇവിടെ നിറയെ മുന്തിരിയാണ് കേട്ടോ. ഇതുണ്ടോ അവിടെ ഫുൾ മുന്തിരിയാണ്. പക്ഷേ ഇവിടുന്ന് നമുക്കിതൊന്നും പറിക്കാൻ പാടില്ല. പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ കൊടുക്കണം. അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ പറിക്കരുതെന്ന്. നിറയെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളുടെ. കണ്ടോ അപ്പം പറിക്കാൻ പാടില്ല എന്തായാലും. നമ്മളപ്പോൾ പറിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതെല്ലാം കാണാം, അത്രേ ഉള്ളൂ. എന്നാ കഴിച്ചോ. കണ്ടോ ഗൈസ്, കുഞ്ഞു കൊച്ചുങ്ങൾക്കാണ്. കണ്ടോ ഗൈസ്, കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അവർ കുറച്ച് തന്നത്. ഇത് കൊടുത്തോ. വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അവര്. കുഞ്ഞു പിള്ളേർക്കാണ്. ഇത് കണ്ടോ തള്ളയൊക്കെ വന്ന് എടുത്ത് തിന്നണേണ്. അയ്യോ ഒരെണ്ണം ഞാൻ എടുക്കട്ടെ. കണ്ടോ ഗൈസ്, ഫുൾ മുന്തിരിയാണ്. കണ്ടോ പച്ച മുന്തിരി. ഇതൊന്നും പഴുത്തിട്ടില്ല കേട്ടോ. കണ്ടോ നിറയെ മുന്തിരിയാണ് കേട്ടോ. പഴുത്തത് ഞാൻ നേരത്തെ കാണിച്ചില്ല അപ്പുറത്തെ സൈഡിൽ. ഇതിപ്പം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ ഇവരൊക്കെ ഇവിടുത്തെ പണിക്കാരാണേ. കണ്ടോ അവർ ചീത്ത പറയുന്നത് എനിക്കറിയില്ല കേട്ടോ, അവരുടെ വീഡിയോ ഒക്കെ എടുത്താൽ. അപ്പം കണ്ടോ, പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരിത് പറിക്കരുതെന്ന് പറയുന്നത് കുറേയൊക്കെ ഇവർ മരുന്നടിച്ചിട്ടുണ്ട് ഇതിൽ. ഇപ്പം നമുക്ക് കഴിക്കാൻ തന്നതിലാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇവരിത് കഴിക്കരുതെന്ന് മെയിനായിട്ട് പറയുന്നതിൻ്റെ റീസൺ. കഴിക്കുന്ന കൊള്ളത്തില്ലല്ലോ. അപ്പം അവരിത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടായിരിക്കുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഇതിങ്ങനെയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ മരുന്ന് വഴിക്കുന്നുണ്ടോ ദൂരം കൊല പോലെ കുറേ ഉണ്ട്. ഇത് ശരിക്കും സ്പിൻ ഗെയിം കളിക്കുന്നുണ്ട്. ശരിക്കും വേറെ ഗെയിം കളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ചമ്മി പോയി ഗൈസ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കിട്ടിയപ്പോൾ ഒന്നുകൂടി കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒന്നുകൂടി കളിക്കാനായിട്ട് എല്ലാവരും നല്ല കളിയാക്കാണ്. സർവ്വശക്തി എടുക്കാനായിട്ട് ഞാനിത് വിരിച്ചത്. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ്സാണ് കിട്ടിയത്. ഒന്നുമില്ല, വെറുതെ പറ്റിക്കലാണ് ഗൈസ്. കുറച്ച് മിഠായി തരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ യാത്രയൊക്കെ തുടർന്നു. അപ്പോഴാണ് കിട്ടുന്ന ഈ സംഭവം കാണുന്നത്.
എൻ്റെ കസിൻ എന്നോട് കാണിച്ചത് ഞാൻ വേഗം വീഡിയോ എടുക്കുന്നതായിട്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം കൊണ്ട് എടുക്കുന്നതാണ് കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറേ കാളക്കുട്ടികൾ തൊട്ട് മുതിർത്ത ആളുകൾ വരെ വലിയൊരു ചേട്ടനാണെന്ന് തോന്നുന്നു ഇതിനൊക്കെ ഇമേജ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു രസം. നമ്മൾ എറണാകുളത്തായതുകൊണ്ടാണോ ഇനി ഇതൊന്നും കാണാത്തൊന്നും എനിക്കറിയില്ല. നമ്മളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പോകുമോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇത് ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമ്മളുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല. രസത്തിന് എടുക്കാം. പിന്നെ ഞാനും എൻ്റെ ചേച്ചിയുടെ രസത്തിന് ഡാൻസ് കളിക്കുന്നതാണ്. പാട്ട് എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിന്നിട്ട് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് നിന്നിട്ട് കളിക്കാൻ പറ്റില്ല. പിന്നെ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അന്താക്ഷരിയിലൊക്കെ നമ്മളങ്ങ് മുഴുക്കിയിരുന്ന് വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയി. രണ്ട് ടീമായിട്ടൊക്കെ അന്താക്ഷരി കളിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അതിന് ശേഷം ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിന്നു. ഞങ്ങൾക്ക് ശരിക്കും ആ ടൈമിൽ നോമ്പായിരുന്നു ഈസ്റ്ററിൻ്റെ. പക്ഷേ ഞങ്ങൾ നോമ്പ് മുറിച്ചു ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചു. ഇത് ചേച്ചിയുടെ പിള്ളേരാണ് കേട്ടോ രണ്ടുപേരും. അപ്പോൾ ഇതിന് കാണാൻ രസത്തിൻ്റെ ശരിയാണെങ്കിൽ ഉണ്ടോ. അപ്പോൾ ഇതിങ്ങനെ കളിപ്പിക്കാനൊക്കെ ചെയ്യും. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയത്. ഞാൻ ജസ്റ്റ് പോയി വീഡിയോ എടുത്തിട്ട് വന്നതാണ്. അതിനിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. എല്ലാവരും ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ. ഇപ്പോൾ 11:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം ഇവിടെ എല്ലാവരും കൂടി ജസ്റ്റ് ഇപ്പോഴാണ് ഒന്ന് ഇറങ്ങിയെടുക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയപ്പം ഈ ടൈമായേ. അപ്പം നമ്മളൊന്നിപ്പം ചുമ്മാ ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുന്നത്. ഇനിയിപ്പം ഒത്തിരി ലേറ്റായിട്ട് റൂമിൽ കയറുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ചുമ്മാ നടക്കാം. ഇവിടെ നിറയെ പട്ടികളാണ് കേട്ടോ. എവിടെ നോക്കിയാലും കുറേ പട്ടികളുണ്ട്. നമ്മുടെ പിന്നാലെയൊക്കെ പട്ടികൾ വരും. ഉണ്ട് ഇവിടെ തന്നെ 2 പട്ടികളുണ്ട്. ഇത് പള്ളിയാണേ. ഇവിടെ അടച്ചിട്ടു, മൊത്തത്തിൽ അടച്ചു. ടൈം ഇത്ര ആയല്ലോ. ഈ ടൈം വരെ ഒന്നും ഓപ്പണാക്കി വെക്കില്ല. ജസ്റ്റ് പള്ളിയുടെ ആൾക്കാരെ കാണാൻ പറ്റുന്ന രീതിയിൽ അവരൊരു ഗ്രില്ല് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ അവർ ഫുള്ളായിട്ട് അടച്ചു വെച്ചേക്കണേ. ഉണ്ടോ ഗൈസ്, ഇവിടെ കണ്ടോ ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ടോ. ഇവിടെയാണ് ഉറങ്ങുന്ന കുറേ ആൾക്കാർ. പിന്നെ അപ്പുറേ വേറൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു പന്തൽ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ നിറയെ ആൾക്കാർ കിടന്നുറങ്ങാണ്. അവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കരുതെന്നൊന്നുമില്ല. പക്ഷേ അവർക്ക് ഒരു പ്രൈവസി ഉണ്ടാവുമല്ലോ. ആ ഒരു രീതിയിൽ എടുത്തോണ്ടിരിക്കും. അവർ ഇത് റോട്ടിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇവരെ കാണിച്ചത്. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് കൂടുതൽ കാണിച്ചതേ ഉള്ളേ. അവിടെ അവർക്ക് കിടക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് തോന്നുന്നത് പന്തൽ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെ ഫുൾ ആൾക്കാർ കിടക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുത്ത് വരാൻ പറ്റില്ല. നടക്കാൻ ഒരാൾക്ക് നടക്കാൻ 2 ആൾക്ക് നടക്കാനൊക്കെ ഉള്ള ഒരു രീതി മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിറയെ പള്ളികളാണ് കേട്ടോ. ഇപ്പുറത്ത് എന്തൊരു പള്ളി കണ്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്. നാളെ കുർബാനയ്ക്ക് നമ്മൾ പോകുമ്പോൾ അത് വേറൊരു പള്ളിയാണ്. അത് രാവിലെ 9 മണിക്കാണ് കുർബാന. ഇവിടെ കണ്ടോ നിറയെ മരങ്ങളായതുകൊണ്ട് ഫുൾ കിളികളുടെ സൗണ്ട് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര കിളികളുടെ സൗണ്ട് ആയിരിക്കും ഇവിടെ കേൾക്കുന്നുണ്ടാവാം. അപ്പം കണ്ടോ അതൊരു പള്ളി, ഇവിടെ ഒരു പള്ളി. ഇനി അപ്പുറത്ത് വേറെ 2-3 പള്ളികളൊക്കെ ഉണ്ട്. കുറേ പള്ളികളുണ്ട്. അവിടെ വേറൊരു പള്ളി, ഇവിടെ വേറൊരു പള്ളിയുണ്ട്. ഈ പള്ളിയിലാണ് താമരക്കുളമൊക്കെ ഉള്ളത്. പിന്നെ ആല് പോലത്തെ മരമൊക്കെ ഉണ്ട്. പിന്നെന്താ അവിടെ മുട്ടി കഴിയണ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇത് മെയിൻ പള്ളിയായിരുന്നു. പണ്ട് തൊട്ടുള്ള പള്ളിയാണ് കേട്ടോ. അത് ഇവിടെ ആയിരുന്നു ആദ്യമൊക്കെ കുർബാനയൊക്കെ നടന്നിരുന്നത്, മലയാളം കുർബാനയൊക്കെ. പിന്നെ പുതിയ പള്ളി വന്നപ്പോൾ പുതിയ പള്ളിയിലേക്ക് മാറ്റിയതാണ് മലയാളം കുർബാന. കണ്ടോ ഇവിടെ ഫുൾ പള്ളികളാണ് ഇവിടെ. കണ്ടത് മെയിൻ പള്ളി. ഇവിടെ ആൾക്കാർ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കാണിക്കാതെ. പിന്നെ ഇവിടെ കണ്ടോ ഇതാണ് അടുത്ത പള്ളി കേട്ടോ. അവിടെ ഈ പറഞ്ഞ പോലെ മുട്ടിലഴയുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ. ഇവിടെ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ പട്ടികളൊക്കെ ഉണ്ട്. ഞാൻ പറയില്ല കുറേ പട്ടികളുണ്ട് കണ്ടോ. ഇവിടെ നിറച്ച് എല്ലായിടത്തും ആൾക്കാർ എടുക്കണം. ഇവിടെ കുറേ പള്ളിവക റൂമുണ്ട്, അല്ലാത്ത കുറേ റൂംസ് ഉണ്ട്, റെസിഡൻസീസ് ഒക്കെ പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ പോലും ഇവർ കുറേ കൂടുതലും തമിഴിയൻസൊക്കെ ഇവിടെ തന്നെ റൂമൊന്നും എടുക്കാതെ ഇങ്ങനെ തന്നെയാണ് കൂടുതൽ എടുക്കാറ്. മലയാളീസൊക്കെ ഭയങ്കര കുറവായിട്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കണ്ടിട്ടില്ല ഞാൻ. ഗോവൻസ് കുത്തി വരാറുണ്ട് ഇവിടെ, പക്ഷേ അവരൊന്നും ഇങ്ങനെ എടുക്കില്ല. അവർ എല്ലാവരും റൂം എടുക്കാറുണ്ട്. പക്ഷേ തമിഴിയൻസൊക്കെ അവർ റൂം എടുക്കാതെ മോസ്റ്റ്ലി ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അങ്ങനെ നമ്മളെല്ലാവരും കൂടി തിരിച്ച് റൂമിലേക്ക് പോകാണ്ട്. സാധാരണ നമ്മളിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ എല്ലാവരും കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അവർ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അധികം നേരം ഒന്നും നിന്നില്ല. പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് പോകാണ്ടോ. നാളെ പോയിട്ട് ഒന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് എല്ലായിടത്തും പോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.